ഡോക്ടർ ബി ജയരാജ്, ഇപ്പോൾ കുടുംബം ആവശ്യപ്പെട്ട രീതിയിലുള്ള ഒരു അന്വേഷണത്തോട് സർക്കാർ യോജിക്കുന്നില്ല എന്ന് കോടതിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കുടുംബത്തിന് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. രക്തക്കറ അടിവസ്ത്രത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇത് ഒരു കൊലപാതകമാണ് എന്ന കുടുംബത്തിൻ്റെ ആരോപണം ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതല്ലേ? അപ്പോൾ ഇതിൽ ഒരു അന്വേഷണത്തിൻ്റെ സാധ്യത എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും അല്ലെങ്കിൽ ഈ കുടുംബം അന്വേഷണം CBIക്ക് വിടണമെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അത് വേണ്ടതില്ല എന്ന നിലപാട് സർക്കാർ എടുക്കുന്നു? അവിടെ തന്നെ സംശയങ്ങൾ ഉയരുന്നുണ്ട്. ശ്രീ ജയരാജ് കേൾക്കുന്നുണ്ടെങ്കിൽ. സ്മൃതി ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്. എന്നാലും പറഞ്ഞതിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയാനായിട്ട് പറ്റും. അത്ര ക്ലിയർ ആയിരുന്നില്ല ചോദ്യങ്ങൾ. എന്നാലും ഞാൻ പറയാം. ഇതിനകത്തുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം CBI അന്വേഷണമല്ലേ ആവശ്യപ്പെട്ടത്. അപ്പോൾ CBIക്കാർ പറഞ്ഞത് എന്താണ്, കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ CBI ഏറ്റെടുക്കാം, കേസ് ഏറ്റെടുക്കാമെന്നാണ് ഒരു പൊസിഷൻ എത്തി നിന്നത്. അതിനു മുമ്പ് അതിനുശേഷം വന്ന ഈ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി അതാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇൻക്വസ്റ്റിനകത്തുള്ള റിപ്പോർട്ടിൽ അണ്ടർഗാർമെൻറ്റ്സിൽ ഇതുപോലെ ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടു എന്ന് പറയുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിനെക്കുറിച്ച് പരാമർശമില്ല. ഇപ്പോൾ ഒരു സൂയിസൈഡൽ, ഞാനൊരു മെഡിക്കൽ ഡോക്ടറല്ല, എന്നാൽ അത്യാവശ്യം അനാട്ടമിയൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. എന്നാൽ പോലും അതിനകത്തൊക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, പല കാരണങ്ങൾ കൊണ്ടിങ്ങനെ ബ്ലഡ് സ്റ്റെയിൻസ് വരാം. ഒന്ന് ഈ സൂയിസൈഡൽ ആണല്ലോ. അപ്പം അതിനെക്കുറിച്ച് കീറിമുറിച്ച് ഇത്തരം ഒരു ചർച്ചയിലിരുന്ന് സംസാരിക്കുന്നത് ആ കുടുംബാംഗങ്ങൾ ആരെങ്കിലും അത് കാണുന്നുണ്ടെങ്കിൽ അത് വേദനിപ്പിക്കുന്ന ഒരു ഇതായതുകൊണ്ടാണ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വരാം. ഒരു UTI ഉണ്ടെങ്കിൽ വരാം, ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരാം, ഇനി സ്വന്തമായിട്ട് തന്നെ ആ മരണ വെപ്രാളത്തിൽ ചിലപ്പം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും സംഭവിക്കാം. അങ്ങനെ ഹെമറോയിഡ്സ് ഉണ്ടെങ്കിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പല പല സാധ്യതകളുണ്ട്. പക്ഷേ ഒരു ബ്ലഡ് സ്റ്റെയിൻ കണ്ടു എന്നുകൊണ്ടുകൊണ്ട് എടുത്തു ചാടി വി കനോട്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ ആൻഡ് സേ ദാറ്റ് ഇതൊരു സൂയിസൈഡ് ആണെന്നൊന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കൺക്ലൂഡ് ചെയ്യണ്ട. പക്ഷേ ശ്രീ ജയരാജ്, ഒറ്റ സംശയമാണ്. ഈ താങ്കൾ പറഞ്ഞ സൂയിസൈഡിന്റെ സമയത്ത് പലതരത്തിലുള്ള വെപ്രാളങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ നഖം തുടയിലൊക്കെ നഖത്തിന്റെ പാടുകൾ അങ്ങനെ മാന്തുന്ന പാടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കാലുകളിലൊന്നും ഒരു മുറിവോ ഒന്നുമില്ല, ഒരു പാടുമില്ല എന്നുള്ളതാണ് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് അറിയുന്നത്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഈ വസ്ത്രമൊക്കെ മുഴുവനായി മാറ്റിയ ശേഷമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അടിവസ്ത്രത്തിലെ രക്തക്കറ കാണണമെന്നില്ല. പക്ഷേ രക്തക്കറ എന്ന് പറയുമ്പോൾ രക്തം പോയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത്, ഈ അടിവസ്ത്രത്തിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഈ രക്തം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യമുണ്ടല്ലോ, അതില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അത് സംശയകരമല്ലേ? അത് ചിലപ്പം ഈ അവരുടെ ഡിസ്ക്രിപ്ഷനാണ്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാരുടെ ഡിസ്ക്രിപ്ഷനാണ് അത് രേഖപ്പെടുത്തുക വേണ്ടത് എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പല പല കാരണങ്ങളുണ്ട്. ഇപ്പം ഈ ചെറിയ ചെറിയ ആർട്ടറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് വെസൽസോ പൊട്ടിയാലും അങ്ങനെ തന്നെ വരാം ഈ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഹെമറോയിഡ്സ് ഉണ്ടെങ്കിൽ വരാൻ പറ്റും. നിസ്സാരമായ ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ വരാം. ശരീരത്തിൽ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാര്യം, ഇത് പ്രസക്തമായ കാര്യങ്ങൾ മാത്രമാണല്ലോ നോക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് അനാലിസിസ് ആദ്യമേ നോക്കുന്നത് വിസറയാണ്. പിന്നെ ഇത്തരം ഗാർമെൻറ്റ്സ് ഒക്കെ പരിശോധിക്കുന്നത് ബ്ലഡ് സ്റ്റെയിൻസിനല്ല, പോയ്സണിങ്ങിൻ്റെ കേസസ് ആണെങ്കിലാണ് സാധാരണഗതിയിൽ ഇത് പരിശോധിക്കുന്നത്. പക്ഷേ ഇത് പോയ്സണിങ്ങിൻ്റെ കേസ് അല്ലല്ലോ. പോയ്സണിങ്ങിൻ്റെ കേസല്ല, ഇതൊരു ഹാങ്ങിങ് ഡെത്ത് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കൺട്രോവേഴ്സി തിയറീസ് എല്ലാ കേസിലും ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പം 5 ഡോക്ടർമാരുള്ള സമയത്താണ് മൈക്കിൾ ജാക്സന്, ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, മൈക്കിൾ ജാക്സൺ മരിക്കുന്നത് അയാൾക്ക് ഈ CPR ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അസ്ഥി ഒടിഞ്ഞിട്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിട്ടാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ആളുകൾ പറയുന്നത് അയാളെ കൊന്നു, ഡോക്ടർമാരെല്ലാവരും കൂടെ ചേർന്നിട്ട് അല്ലെങ്കിൽ ഏജൻറ്റ് എല്ലാം കൂടെ ചേർന്ന് കൊന്നു. അപ്പം ഫാൻസ്, അങ്ങനെ ഒരു ഫാൻ ഫോളോയിങ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് പബ്ലിക് അറ്റൻഷൻ ഉള്ള ഒരു കേസിനകത്ത്, അല്ലാതെ തന്നെ ഒരു നോർമൽ ഡെത്ത് ആണെങ്കിൽ തന്നെ കോൺസ്പിറസി തിയറീസ് വരാം. പക്ഷേ അതെല്ലാം ഇല്ല എന്നുള്ളത് കുടുംബാംഗങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കേണ്ടുന്ന ബാധ്യത സർക്കാരിന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പോസ്റ്റ്മോർട്ടം ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ ക്രിമേറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഇത് റീപോസ്റ്റ്മോർട്ടം ചെയ്യാമായിരുന്നു. ഇത് അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ആദ്യകാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇവരിത് പറഞ്ഞത് ആദ്യ സമയത്ത് പാർട്ടി കൂടെയുണ്ട് എന്നുള്ളൊരു സാഹചര്യം നിൽക്കുന്നു. കുടുംബത്തിന് അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് പോകാവുന്ന ഒരു അവസ്ഥയും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുമിച്ചുണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നത്. ആ സമയത്താണല്ലോ അവർ കോടതിയിലേക്ക് പോയതും. അതും താങ്കൾക്ക് അറിയാവുന്നതല്ലേ, ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷമാണ് അവർ കോടതിയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോയത് അപ്പോഴല്ലേ. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയതും ഇൻക്വസ്റ്റ് നടത്തിയതും
ചട്ടവിരുദ്ധമായിട്ടല്ലേ, കുടുംബത്തിലെ ഒരാളെങ്കിലും കൂടെ വേണം എന്നുള്ള ചട്ടം അവിടെ ലംഘിക്കപ്പെടുന്നു. അത് ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഫോൺ വിളിച്ചത് പറയുന്നു ഇന്ന സ്ഥലത്ത് ചെയ്യരുത്, പരിഹാരത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ആ കുടുംബത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്കൊന്നും ഒരു അന്വേഷണം പോവുകയോ അതിൻ്റെ കാര്യത്തിൽ ഒരു പ്രതികരണം വരികയോ ചെയ്തിട്ടില്ല. മറിച്ച് അവർ ഈ സംശയം പ്രകടിപ്പിക്കുമ്പോൾ ആ അന്വേഷണത്തിലേക്ക് പോകരുത് എന്ന് ശഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ സംശയം വരികയല്ലേ ചെയ്യുക? തീർച്ചയായിട്ടും സംശയിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, കുടുംബാംഗങ്ങൾക്ക് വിശേഷിക്കുക. കാരണം അവരുടെ വേണ്ടപ്പെട്ട ഒരാളാണ് മരണപ്പെട്ടത്. അത് മരണത്തിന് നമുക്ക് ഒന്നുകൊണ്ടും തിരിച്ചു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ന്യായമായും അവർക്ക് സംശയിക്കാനുള്ള കാരണങ്ങളുണ്ട്. ആ സമയം തെളിവുകൾ നിരത്താനുള്ള ഉത്തരവാദിത്തം പോലീസിനും കോടതിക്കുമുണ്ട്. കോടതി അതുകൊണ്ടാണ് പറഞ്ഞത്, കോടതി ഇനി ഈ കോടതിക്ക് സുഖമോട്ടോ വേണമെങ്കിൽ ഇതൊന്നും അന്വേഷിക്കാമല്ലോ. ഇൻക്വസ്റ്റും പിന്നെ ഈ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി എന്താണ് ഇത് വരാൻ കാരണം, എന്തുകൊണ്ട് ഇത് രേഖപ്പെടുത്തിയില്ല എന്ന് ചോദിക്കുന്നത് കോടതിയാണ്. അല്ലാതെ പത്തനംതിട്ടയിലെ പാർട്ടി ഇങ്ങനെ കൂടെ നിന്നു, അല്ലെങ്കിൽ കണ്ണൂർ പാർട്ടി അങ്ങനെ നിന്നു. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് രണ്ട് തട്ടിലാണ്. കണ്ണൂർ ഒരു പാർട്ടി, പത്തനംതിട്ട വേറൊരു പാർട്ടി, ഓരോ ജില്ലകളിൽ ഓരോ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ് അവസരത്തിനനുസരിച്ച് ഈ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന രീതിയിൽ എങ്ങനെയാണ് പറയാൻ പറ്റുക ശ്രീ ജയരാജ്? അങ്ങനെയല്ലല്ലോ, അങ്ങനെ ആയിരുന്നല്ലോ. രണ്ട് തട്ടിലാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം പത്തനംതിട്ടയിൽ നിന്നുള്ള പാർട്ടി നേതാക്കൾ, ജില്ലാ സെക്രട്ടറി അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നുള്ളത് നമ്മൾ കേട്ടതല്ലേ. PP ദിവ്യ എന്നൊരു രാഷ്ട്രീയ നേതാവിന് രാഷ്ട്രീയത്തിൽ പാടില്ല എന്ന് തന്നെയാണ് വ്യക്തമായി പറഞ്ഞിരുന്നത്. ഞങ്ങൾ ഈ കുടുംബത്തോടൊപ്പം, അവരുടെ നിലപാടിനൊപ്പം എന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നില്ലേ. പിന്നെ അവരെ നിശബ്ദരാക്കി, പിന്നീട് അവരുടെ പരസ്യ പ്രതികരണമില്ലാതായി. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു, വേറെ ആരോ പറയുന്നു എന്ന മട്ടിൽ പറയരുത്. അങ്ങനെയാണ്, രണ്ട് അഭിപ്രായമാണ് വന്നിരുന്നത്. അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ ഷാഫി ചാലിയൻ പറഞ്ഞത് പത്തനംതിട്ടയിലെ സഹാക്കളോട് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു, അവരുടെ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്നതെന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കണം. അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് കുടുംബം അങ്ങനെ അവരെ മുഖവിലേക്ക് എടുത്തത് കൊണ്ടാണ് ഇതെല്ലാം പെട്ടെന്ന് നടന്നതെന്നുള്ളൊരു തിയറിയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഞാൻ അതിനെ ഓപ്പോസ് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും സ്വാഭാവികമായിട്ടും ഇത് ഒരിക്കലും നടന്നുകൂടാത്തൊരു കാര്യമാണ് നടന്നത്. ആത്മഹത്യയാണെങ്കിലും അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്ട്രേ ഓൺ ദ ക്യാമൽസ് ബാക്ക് എന്ന് പറഞ്ഞ ഇവരുടെ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും അതിന് ശിക്ഷ കോടതിയാണ് വിധിക്കേണ്ടത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ്. ആയിക്കോട്ടെ ശ്രീ ജയരാജ്, പക്ഷേ അപ്പോഴും കുടുംബത്തിനൊപ്പം എന്ന് ഈ പാർട്ടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. കുടുംബത്തിനൊപ്പമാണ് എന്ന് പറയുമ്പോൾ കുടുംബം ആഗ്രഹിക്കുന്ന അന്വേഷണത്തിനൊപ്പം കൂടി നിൽക്കേണ്ടതുണ്ട്. അതിനെ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത്? അതിനെ എന്തിനാണ് എതിർക്കുന്നത്? തടസ്സപ്പെടുത്തുന്നില്ല. ഇപ്പൊ CBI-ക്കാർ തന്നെ പറഞ്ഞ എന്താണ്, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന പറ്റില്ല എന്നാണല്ലോ. CBI പറഞ്ഞാൽ കോടതി പറഞ്ഞാൽ ചെയ്യുമെന്ന് CBI പറയുന്നു. അതിന് മുന്നിലുള്ള കാര്യം പറയും. CBI-ക്ക് ഈ കേസ് വിട്ടിരുന്നെങ്കിൽ, ഇതിനു മുമ്പ് ഈ കേസ് CBI-ക്ക് വിട്ടിരുന്നെങ്കിൽ CBI-ക്ക് കൊടുത്തിട്ട് സ്റ്റേറ്റ് പോലീസിന്റെ മൊറൽ നശിപ്പിച്ചു. സ്റ്റേറ്റ് പോലീസിൽ ആർക്കും വിശ്വാസമില്ല, സർക്കാരിന് തന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ CBI ഏൽപ്പിച്ചത്. അത് ഫ്രീ ആൻഡ് ഫെയർ കണ്ടക്ട് പറയില്ല. കുടുംബം വിശ്വസിക്കുന്നില്ല എങ്കിൽ കുടുംബത്തിനൊപ്പം എന്ന് എന്തിനു പറയണമെന്നുള്ളതാണ് എന്റെ ചോദ്യം. കുടുംബത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും കുടുംബത്തിന്റെ മാനസികാവസ്ഥയെ മുതലെടുക്കാനും സങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ ആ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൻ്റെ നേടാൻ വേണ്ടിയിട്ട് അവർ പലതരത്തിലുള്ള കൺഫ്യൂസിങ് പ്രസ്താവനകൾ നടത്തും, പലതരത്തിലുള്ള കാര്യങ്ങളും പറയും. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഇന്ന് തന്നെ PV അൻവർ പറഞ്ഞൊരു കാര്യം കണ്ടു. PV അൻവർ പറയുന്നത് ഞാൻ ചോദിച്ചിട്ടുമില്ല, അതിലേക്ക് പോകേണ്ടതുമില്ല. ഇല്ലില്ല, ശ്രീ PV അൻവർ പറഞ്ഞതിനോട് ആ വിഷയത്തിലേക്ക് ഞാൻ വന്നിട്ടേ ഇല്ലല്ലോ. അദ്ദേഹം അത് ചർച്ചയ്ക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം, ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. പറയാത്ത കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകണ്ട. കുടുംബം പറയുന്നതിലേക്ക് എങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബം പറയുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കുടുംബം പറഞ്ഞതിൻ്റെ അനുസരിച്ചിട്ടാണ് അന്വേഷണം നടത്തിയത്. അത് അന്വേഷണം നടത്തുന്നുണ്ടോ വേണ്ടേ എന്നുള്ള കാര്യം കോടതിയാണ് തീരുമാനിക്കുന്നത്. കോടതി തീരുമാനിച്ച കേസെടുക്കാമെന്നാണ് CBI തന്നെ പറഞ്ഞത്. പിന്നെ അതിനകത്ത് വേറെ ഒരു ചോദ്യം ഉദിക്കുന്നില്ലല്ലോ. ഇപ്പോൾ കോടതിക്ക് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റും തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി എന്താണെന്നുള്ളത് CBI അന്വേഷണം നടത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ടോ എന്ന കാര്യമാണ് കോടതി പരിശോധിക്കുന്നത് എന്നുള്ള കാര്യം കോടതി വളരെ വ്യക്തമായി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.